പള്ളിച്ചോറും ചിക്കൻ കറി ആക്കിയാലോ ഇന്നത്തെ മെനു? വാ നമുക്ക് നോക്കാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ഫേസ് കണ്ടാലേ അറിയാല്ലേ ഞാൻ മൊത്തം ഡിമ്മാണെന്ന്. സത്യമാണ്, ഇന്ന് മൂന്നാമത്തെ നോമ്പാണ്. ഒന്നാമത്തെ നോമ്പ് എങ്ങനെ പോയെന്ന് ഒരു അറിവുമില്ല. പക്ഷെ രണ്ടാമത്തെ നോമ്പും മൂന്നാമത്തെ നോമ്പും മൊത്തം ടാസ്ക് ആയിരുന്നു. വൈകിട്ടൊക്കെ ആയപ്പോൾ എണീക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് അക്കു വിളിച്ചു പറഞ്ഞു ഇന്ന് നൈറ്റ് നമുക്ക് ചിക്കൻ കറിയും ഉരട്ടി ഉണ്ടാക്കിയാലോ എന്ന്. ഞാൻ പെട്ടെന്ന് സ്കിപ്പ് അടിച്ചു, കാരണം ഉരട്ടി ഉണ്ടാക്കിയാൽ ചിക്കൻ കറി മാത്രം പോരാ, ചിക്കൻ ഫ്രൈയും വേണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പള്ളിച്ചോറും ചിക്കൻ കറി ആക്കാൻ. എന്തോ ഭാഗ്യത്തിന് അതിന് സമ്മതം മൂളി. അങ്ങനെ 5 മിനിറ്റ് ആയപ്പോഴേക്കും ചിക്കനും വീട്ടിലെത്തി. അങ്ങനെ ചിക്കൻ വാഷ് ചെയ്ത് കേട്ടോ. ഞാൻ സാധാരണ ഇപ്പോൾ ഉപ്പിട്ടാ വാഷ് ചെയ്യാറ്. ഒരിക്കൽ ഞാൻ വിനാഗിരി ഇട്ട് വാഷ് ചെയ്യുമായിരുന്നു. ആ സമയത്തൊക്കെ എൻ്റെ ചിക്കൻ അരപ്പ് പിടിക്കാതെ വെളുത്ത് വെളുത്ത് കിടക്കും. കറി വെച്ച് കഴിഞ്ഞാലും ചിക്കൻ മാറിയിരിക്കും, ചിക്കൻ വെള്ള കളറിലിരിക്കും. അങ്ങനെയാണ് ഞാൻ പരീക്ഷണത്തിൽ മാറ്റി നോക്കിയത്. വിനാഗിരിക്ക് പകരം ഉപ്പിട്ട് നോക്കി. അതിനുശേഷമാണ് എൻ്റെ ചിക്കനിൽ കളർ പിടിക്കാൻ തുടങ്ങിയത്. ഇനി നമുക്ക് അരപ്പ് സെറ്റ് ചെയ്യാം. അരപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ നേരത്തെ തന്നെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. അത് തീരാറായത് കൊണ്ടാണ് അതിനെ പിന്നെ ബോട്ടിലാക്കാതെ ഒന്നും വെച്ചത്. അങ്ങനെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ക്യൂബ് ഒരു 3 ക്യൂബ് ഇട്ട്, പിന്നെ നമ്മുടെ ആവശ്യാനുസരണം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. ഈ ഇത് മിക്സ് ചെയ്യുന്നതിലാണ് കേട്ടോ കാര്യം. കുറച്ച് പെരുംജീരകവും കൂടെ ഇട്ട് ഉപ്പും ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത ശേഷം ചിക്കൻ അതിലേക്ക് ഇടുക. അല്ലാതെ ചിക്കൻ്റെ മണ്ടയിലോട്ട് ഇതെല്ലാം ഇട്ട് മിക്സ് ചെയ്യാൻ നിന്നാൽ അത്രത്തോളം അങ്ങ് പിടിക്കത്തില്ല കേട്ടോ. ഞാനീ പറഞ്ഞത് എൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉൾക്കൊള്ളാം, വേണ്ടെങ്കിൽ തള്ളിക്കളയാം. പിന്നെ നമുക്ക് ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യാം. എല്ലാം കൂടി ഇടാൻ പറ്റില്ല, കുറച്ച് മിലുവിന് മാറ്റി വയ്ക്കണം. കാരണം മിലു നമ്മുടെ കറി കഴിക്കത്തില്ല, എരിയാണെന്ന് പറഞ്ഞ് മാറ്റിക്കളയും. അതേ സമയത്ത് അവൾക്ക് പുറത്തൊന്നും അല്ല മേടിച്ചു നോക്കട്ടെ, വല്ല അൽഫാമോ വേറെന്തേലും മേടിച്ചു കൊടുക്കട്ടെ, അവൾ അടിപൊളിയായിട്ട് കഴിക്കും. അപ്പം അവൾക്ക് എരിയില്ല, ഒന്നുമില്ല. അതിനുശേഷം നമുക്ക് ചിക്കൻ കറിക്ക് വേണ്ടി സവാള അരിഞ്ഞെടുക്കാം. സവാള നല്ല ചെറുതായിട്ട് അരിയും. കുനുകുനാ അരിഞ്ഞാൽ നല്ല പെട്ടെന്ന് വഴണ്ടി കിട്ടുള്ളൂ. അതുപോലെ തന്നെ കറിക്ക് ഗ്രേവിയും കാണുള്ളൂ. എനിക്ക് സവാള അരിയുന്ന ഒരു സാധനം ഉണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് അത് എടുക്കാനോ അതിനെ കഴുകാനോ അതിനൊന്നുമുള്ള സമയവും ആരോഗ്യവും ഇല്ലാത്തതിനാൽ ഞാൻ കട്ടിംഗ് ബോർഡിൽ വെച്ച് തന്നെ പറപറാ അരിഞ്ഞു. ഈ സവാള അരിയുന്നതിലും ഉണ്ട് കേട്ടോ ഒരു കുട്ടൻസ്. നല്ല പോലെ ചെറുതായിട്ട് അരിഞ്ഞ കറി നല്ല രീതിയിൽ പെട്ടെന്ന് വഴണ്ടി കിട്ടും. അതിനുശേഷം സവാളയിൽ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് തിരുമ്മി അതിനെ സെറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരയ്ക്കാം. സാധാരണ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ തയ്യാറാക്കി വെക്കുന്നതാ. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് അതിനുള്ള സമയം കിട്ടിയില്ല. ക്ലീനിങ്ങും എല്ലാം വന്നപ്പോൾ ലേറ്റ് ആയി പോയി. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കി ബാക്കിയിരുന്ന കുറച്ച് ക്യൂബ് കൂടെ അതിനകത്തേക്ക് തട്ടിയിട്ട് അതിനെ ഒന്നുകൂടെ സ്മാഷ് ചെയ്തെടുത്ത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അധികമായിട്ട് അടിക്കണ്ട കേട്ടോ, പെട്ടെന്ന് മൂട്ടിപ്പിടിക്കും. ഞാൻ അരച്ചപ്പോൾ ഇച്ചിരി കൂടിപ്പോയി. ഇനി നമുക്ക് ചിക്കൻ കറി വെക്കാനുള്ള കുക്കർ അടുപ്പത്ത് വെക്കാം. അതിനുശേഷം നമുക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ലേശം ഉലുവ. ഉലുവ എൻ്റെ വീട്ടിൽ ഇടുന്നതായിട്ടാ. അക്കുൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവർ ഉലുവയല്ല കടുകാണ് ഇടുന്നത്. ആൻഡ് ദെൻ ഇനി ആഡ് ചെയ്യേണ്ടത് കുറച്ച് പെരുംജീരകം, പിന്നെ നല്ല നാടൻ കറി ലീവ്സ് ആണെങ്കിൽ കറി ലീവ്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അല്ല കടയിൽ നിന്ന് മേടിക്കുന്നതൊക്കെ ആണെങ്കിൽ നേരത്തെ കുറച്ച് മഞ്ഞപ്പൊടിയിലിട്ട് സെറ്റ് ചെയ്ത ശേഷം ഇങ്ങനെയൊക്കെ ഇടാവും. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഒരിടയ്ക്കൊക്കെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉള്ളി വഴണ്ട ശേഷമാണ് ഇട്ടുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പം അതങ്ങോട്ട് കറക്റ്റായിട്ട് പിടിക്കുന്നില്ല എന്നൊരിത്. അതിനുശേഷം ഞാനിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഡയറക്റ്റ് എണ്ണയിലേക്ക് ഇട്ട് ഒരു അല്പനേരം അതിൻ്റെ ഒരു പച്ചമണം മാറും വരെ അതിനൊന്ന് ഇളക്കിയ ശേഷമേ ഉള്ളി ആഡ് ചെയ്യാറുള്ളൂ. അങ്ങനെ അതിന് ശേഷം നമുക്ക് നല്ല ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നോക്കിയപ്പോഴാണ് ഉപ്പ് കുറവ്. അങ്ങനെ കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്തു. ദെൻ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഉള്ളി മിക്സായി വരുന്നതിലാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. അത്യാവശ്യം നല്ലപോലെ മിക്സ് ചെയ്ത് വെന്ത് എണ്ണ തെളിയണം, എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്ക് 2 മുഴുത്ത തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. 4ആയിട്ടോ 6ആയിട്ടോ നിങ്ങളുടെ ഇഷ്ടം പോലെ ഏത് സൈസിലും ഏത് ഷേപ്പിലും കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കുറച്ച് തക്കാളി കൂടുതൽ ഇടുന്നത് നല്ലതാണ് കേട്ടോ. ചെറിയൊരു പുളിപ്പും കിട്ടും. നമ്മൾ സാധാരണ തൈര് ആഡ് ചെയ്യുന്നതിന് പകരമായിട്ടാണ് കേട്ടോ തക്കാളി ഇടുന്നത്. അതിനുശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. അതിൽ നിന്ന് കുറച്ച് അരപ്പെടുത്ത് മിലുവിൻ്റെ കറിക്ക് വേണ്ടി ഇടാം. അതിലുള്ള പച്ചമുളകൊക്കെ തിരിച്ച് നമ്മുടെ കറിയിലോട്ട് തന്നെ ഇടാം. കാരണം എരിവാണെന്ന് പറഞ്ഞാൽ ആൾ സ്കിപ്പാക്കും. പിന്നെ ചിക്കൻ ഇട്ട് കൊടുക്കാം. പിന്നെ അവളുടെ കറിയിൽ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഇടും കേട്ടോ. പൊട്ടറ്റോ, ക്യാരറ്റ്, ബീൻസ്, ഇത് ഇത്ര അവൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആണ്. അതുകൊണ്ട് അതുകൂടെ ഇട്ട് കൊടുക്കും. കാരണം ഇങ്ങനെ ആൾ വെജിറ്റബിൾസ് തിന്നോളൂ. അല്ലാതെ വിഴുക്കായിട്ടോ അങ്ങനെയൊന്നും കൊടുത്താൽ ആൾ തിന്നത്തില്ല. പിന്നെ എരിവിനായി ലേശം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അതിനെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി സെറ്റ് ചെയ്യുക. അടച്ചു വെച്ച് വേവാൻ വിടുക. ഇനി നമ്മുടെ ഇതിലേക്ക് വരാം.
അപ്പം നമ്മുടെ അരപ്പൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ അരപ്പിൻ്റെ. അപ്പോഴേക്കും നമുക്ക് പുരട്ടി വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്ത ശേഷം നല്ലപോലെ മിക്സ് ചെയ്യാം. എൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ കുക്കർ ഇതാണ് കേട്ടോ. ഇതിൽ നിന്നും വലുതൊരെണ്ണം ഉണ്ട്. പക്ഷേ അത് മറ്റേ ടൈപ്പാണ്. എന്തോ ആണ് അതിൻ്റെ ലിഡ് അതിനകത്ത് ഇറക്കി വെച്ച് അടയ്ക്കുന്നത്. അതെനിക്ക് കൊണ്ട് ഞാൻ അത് എടുക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കുറച്ചുകൂടെ വലിയ കുക്കർ ഉണ്ടായിരുന്നെങ്കിൽ നല്ലപോലെ മിക്സ് ചെയ്യാൻ എളുപ്പമായേനെ. ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ഏലക്കായും പട്ടയും പൊടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് അരപ്പ് കഴുകിയ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോഴേക്കും ഇതാ ബാങ്ക് കേട്ടു. അപ്പോൾ നോമ്പ് മുറിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഹസ്ബൻഡ് എത്തിയില്ല കേട്ടോ. ലേറ്റായി ഇന്ന് എത്തിയപ്പോഴേക്കും. അതുകൊണ്ട് ഞാനും മിലുവും ഇരുന്ന് നോമ്പ് മുറിച്ചു. ഇനി നമുക്ക് ബാക്കി ചിക്കൻ കറിയിലേക്ക് വരാം. ലേശം പെരുംജീരകവും കൂടെ ഇട്ട് കൊടുത്ത് അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് ഗരം മസാലയും ഇട്ട് കൊടുത്ത് നമുക്ക് അടച്ച് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഒരു വിസിൽ മതി കേട്ടോ. ബാക്കി ഞാൻ ഇനി തുറന്നിട്ട് വേവിക്കും. അങ്ങനെ ഒരു വിസിൽ കേട്ട ശേഷമുള്ള ഇറച്ചിക്കറിയാണ് കേട്ടോ. ആ ഗ്യാപ്പിൽ പോയി ഞാൻ മഗ്‌രിബ് നിസ്കരിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോഴേക്കും മിലുവിൻ്റെ കറിയും റെഡിയായി. പക്ഷേ മിലുവിൻ്റെ കറി കുറച്ചുകൂടെ വേവാനുണ്ട്. അതുകൊണ്ട് ഒരു 2 വിസിലൂടെ കേൾക്കാൻ വേണ്ടി ഞാൻ വെച്ചു. ഇനി നമുക്ക് റൈസിൻ്റെ കാര്യത്തിലേക്ക് പോവാം. അതിന് വേണ്ട വെജിറ്റബിൾസ് ആണ് കേട്ടോ. ഒരു സവാള, ഒന്നോ രണ്ടോ ചെറിയ ക്യാരറ്റ്, പിന്നെ 2 വലിയ മുളക്, ഈ ബിരിയാണിയിലിടുന്ന മുളക്. മുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇടാം കേട്ടോ. പക്ഷേ മിലുവിനെ കരുതിയാണ് ഞാൻ 2 ആക്കി ചുരുക്കിയത്. ഇനി ഞാൻ എടുക്കുന്ന റൈസ് ഇതാണ് കേട്ടോ. ഇതിന്റെ വെള്ളത്തിന്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ ഒഴിച്ച വെള്ളത്തിന്റെ അളവിനേക്കാളും ഇത് കുറച്ചുകൂടെ വെള്ളം എനിക്ക് അഡീഷണൽ ഒഴിക്കേണ്ടി വന്നു. ഇനി നമുക്ക് ബിരിയാണി വെക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് നെയ്യും നല്ല നാടൻ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതെല്ലാം മൊത്തം നാടൻ സെറ്റപ്പാണ് കേട്ടോ. പിന്നെ കുറച്ച് കരിവേപ്പില. കരിവേപ്പില ഇടുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇവർക്ക് വട്ടാണോ ബിരിയാണിയിൽ കരിവേപ്പില ഇടാൻ. പക്ഷേ ഗായ്സ് നെക്സ്റ്റ് ടൈം നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. ഈ പുതിന ഇലയും മല്ലി ഇലയും ഒന്നും ഇടാതെ കരിവേപ്പില വെച്ച് ഉണ്ടാക്കി നോക്കൂ. പഴയ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. അതിനുശേഷം കുറച്ച് പെരുംജീരകം ഇട്ടു, പട്ട ഇട്ടു, മറ്റേ സ്റ്റാർ അനീസ് എന്ന് പറയുന്ന സ്റ്റാർ പോലെ ഇരിക്കുന്ന സാധനം ഇട്ടു. പിന്നെ നമ്മുടെ കുതിർത്ത് വെച്ചിരുന്ന 10 മിനിറ്റ് കുതിർത്ത് വെച്ചിരുന്ന അരിയും കൂടെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം ചൂടായ വെള്ളം നേരത്തെ ചൂടാക്കി വെക്കുക. പാരലലി ചിക്കൻ വേവുമ്പോൾ ചൂടാക്കി വെക്കുക. അതുകൂടെ ഒഴിച്ച് വേവാൻ വെക്കുക. പെട്ടെന്ന് വെന്ത് കിട്ടി കേട്ടോ. പക്ഷെ ഞാൻ യൂസ് ചെയ്തേക്കാളും കൂടുതൽ വെള്ളം ഒഴിക്കേണ്ടി വന്നു. ഇനി ഞാൻ നെക്സ്റ്റ് ഉണ്ടാക്കുന്ന സാലഡാണ്. എനിക്ക് ഇങ്ങനെ നല്ല കട്ടിക്കിരിക്കുന്ന തലപ്പാക്കട്ടി ബിരിയാണിയിലൂടെയാണെന്ന് തോന്നുന്നു ആ സാലഡ് കിട്ടുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഷേപ്പിൽ സാലഡാണ് കേട്ടോ ഇഷ്ടം. വേറെ ഒന്നും ഇടാതെ കുറച്ച് കറി ലീവ്സ് മാത്രം ഇട്ടിട്ടുണ്ട്. പിന്നെ തൈര് ഒഴിച്ചു. അപ്പോഴേക്കും നമ്മുടെ റൈസ് ശരിയായിട്ടുണ്ട് കേട്ടോ. ലേശം വെള്ളം കൂടിപ്പോയെന്നൊരു ഡൗട്ടുണ്ട്. പക്ഷെ അത് വിളമ്പുന്ന സമയമായപ്പോൾ സെറ്റായി വന്നു കേട്ടോ. അപ്പോൾ തൈര് ഒഴിച്ച് ഉപ്പ് ഒഴിച്ച് അതിനെ മിക്സ് ചെയ്തിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പ്രിപ്പറേഷൻ. ഇതാണ് നമ്മുടെ പള്ളിച്ചോറ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്കും ചെയ്യണേ.